Hi students. ഇന്നലെ തൊട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ഫേമസ് യൂട്യൂബറുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഡിസ്ക്രൈബ് ഇമേജിനും റീറ്റെൽ ലെക്ചറിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും ഇനി അത് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്കോർ കയറുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇൻഫർമേഷൻസ് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യുക. കുറച്ച് അവിടെ ഇവിടെയും കേട്ടിട്ട് മാത്രം നിങ്ങൾ ഇത് ഷെയർ ചെയ്യേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സംഭവം, അതായത് November 4th 2024 മുതൽ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്തും റീറ്റെൽ ലെക്ചറിന്റെ അകത്തും ഒരു ഹ്യൂമൻ എക്സ്പേർട്ടും കൂടി ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് പെട്ടെന്ന് വന്ന സംഭവമൊന്നുമില്ല. ഒരു 6 months എബോ ആയി ഇത് പിയേഴ്സന്റെ വെബ്സൈറ്റിലുണ്ട്. നേരത്തെ പിയേഴ്സൺ വെബ്സൈറ്റ് നോക്കിയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്കത് മനസ്സിലാവും. പെട്ടെന്ന് ഒരു വീഡിയോ വന്നതിന്റെ പേരിൽ ആൾക്കാരെല്ലാരും പെട്ടെന്ന് പാനിക് ആകുകയാണ്. ഓക്കെ, സോ ഇത് കുറെ കാലം കൊണ്ട് ഇവിടെ വെബ്സൈറ്റിൽ കിടക്കുന്ന സാധനമാണ്. അതേപോലെ നിങ്ങളുടെ രണ്ടാമത്തെ ഒരു ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഹ്യൂമൻ എക്സ്പേർട്ട് ഇതിനു മുന്നേയും നിങ്ങളുടെ പല ടാസ്കുകളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നേരത്തെയും നമുക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് തരുമ്പോഴൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന AI സ്കോറിംഗ് മാത്രമല്ല, ഒരു ഹ്യൂമൻ എക്സ്പേർട്ടും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അവരൊരു 6 months നമുക്ക് കുറെ ട്രയൽ ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. 6 months എക്സാം എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്രയൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രയൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് അവരുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്ത് എന്തിനായിരുന്നു? ഒന്ന് അവർക്ക് PTE കോറിന്റെ അകത്ത് അത് അപ്ലൈ ചെയ്യാനായിട്ട്. രണ്ട്, കുറെ ടെംപ്ലേറ്റുകൾ അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്രത്തോളം ടെംപ്ലേറ്റുകളാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. സോ ഇങ്ങനത്തെ ഈ November 4th മുതൽ AI മാത്രമല്ല ഹ്യൂമൻ എക്സ്പേർട്ടും കൂടി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിലും റീറ്റെൽ ലെക്ചർ ആണെങ്കിലും essay ആണെങ്കിലും നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പിയേഴ്സൺ വെബ്സൈറ്റിൽ കിടക്കുന്നത് എന്നുള്ളത് ആണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഇസ് അതിൻ്റെ അവർ മെയിൻ ആയിട്ട് പറയുന്നത് ഡിസ്ക്രൈബ് ഇമേജും റീറ്റെൽ ലെക്ചറും. ഇത് രണ്ടും ഇത്രയും കാലം മെഷീൻ മാത്രമായിരുന്നു സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിന്റെ കണ്ടന്റ് ഒരു ഹ്യൂമൻ എക്സ്പേർട്ടും കൂടെ നോക്കുന്നുണ്ട്. ഓറൽ ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും വീണ്ടും AI മാത്രമാണ് ചെയ്യുന്നത്. കണ്ടന്റ് എക്സ്പേർട്ടും കൂടെ നോക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഇത്രയും കാലം ഇതേപോലെ യൂട്യൂബിലൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാര് കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ വെറുതെ ടെംപ്ലേറ്റ്, പല ഡിസ്ക്രൈബ് ഇമേജിന്റെ ടെംപ്ലേറ്റുകളും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടന്റ് ഇല്ല, വെറുതെ ടെംപ്ലേറ്റ് മാത്രം. പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ഒരു സെപ്റ്റംബർ തൊട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അപ്പം ഒരു ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിലും റീറ്റെൽ ലെക്ചർ ആണെങ്കിലും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സാമ്പിള് നമുക്ക് പിയേഴ്സൺകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് AI മാറ്റിയിട്ട് ഹ്യൂമൻ എക്സ്പേർട്ട് മാത്രമല്ല ഇത് വാല്യൂ ചെയ്യുന്നത്. AI തന്നെയാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പം അത് ഒരു ഹ്യൂമൻ എക്സ്പേർട്ടും കൂടെ വാല്യൂ ചെയ്യും. എന്നും പറഞ്ഞ് ഇത്രയും എഴുതുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഹ്യൂമൻ ബീയിങ് ഇരുന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞു, ട്രയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള സാമ്പിൾ വിത്ത് PDF ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. ഇത് ഡിസ്ക്രൈബ് ഇമേജ് അവരൊരു ഇമേജ് തന്നിട്ടുണ്ട്. സോ അത് എങ്ങനെ ചെയ്യണമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കുറച്ച് ഡൂസ് എന്താണ്, ഡോൺസ് എന്താണെന്നൊക്കെയുള്ള. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് സാധനം കിട്ടുന്നതായിരിക്കും. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഡോൺസ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന റെസ്പോൺസുകൾ ഉപയോഗിക്കരുത്. നമ്മൾ ഒരു PT എക്സാം എഴുതാൻ സെന്ററിലേക്ക് പോകുമ്പോൾ ഡിസ്ക്രൈബ് ഇമേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഐ ഹാവ് ടു സ്പീക്ക് ഫോർ 40 seconds, ഏറ്റവും അവസാനം താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ വരുന്ന എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഒരു കണ്ടന്റ് അല്ല. കണ്ടന്റ് അല്ലാത്ത ആവശ്യമില്ലാതെ ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ വർക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, കണ്ടന്റ് കൂടുതൽ പറയും. നമ്മുടെ ടെംപ്ലേറ്റിന്റെ അകത്താണെങ്കിലും കൂടുതലും ഐ ക്യാൻ സി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്താണെങ്കിലും വെറുതെ നമ്മൾ കണ്ടന്റ് ലൈക്ക്
ഇയേഴ്സ് ഒക്കെ വരുമ്പോൾ 2018, 2019, 2020 എന്നൊക്കെ വെറുതെ വായിച്ചാൽ പോലും സ്കോർ കയറി വരാം. പക്ഷെ ഇപ്പം അത് അങ്ങനെയല്ല. അപ്പൊ ഇപ്പോഴും ഇത് ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒരു 35 സ്കോർ അല്ലെങ്കിൽ 36 സ്കോർ വേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്. അവർക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ ഇവര് പ്രതീക്ഷിക്കുന്നത് എന്താ? ഓരോ ആൾക്കാരും അവരുടേതായ വ്യത്യസ്തമായ ആൻസറുകൾ കൊണ്ടുവരണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് അവർ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വീണ്ടും അവരെടുത്ത് പറയുന്നുണ്ട്, ടെസ്റ്റ് ടേക്കേഴ്സ് ഓഫൺ മെൻഷൻസ് ഓൺലി 1 or 2 key points. 1 or 2 key points മാത്രം പറഞ്ഞു കണ്ടന്റ് വെച്ചിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. പിന്നെ 2017 ഷോസ് 2018 ഷോസ് അങ്ങനെ പറയരുത്. ഓക്കെ, പിന്നെ ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് കോമൺ മിസ്റ്റേക്ക് ഒക്കെ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഒരു ഇമേജ് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അവർ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിന് എങ്ങനെ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുന്നു. ഇതേപോലെ തന്നെ ഇപ്പം റീറ്റെൽ ലെക്ചറിന്റെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ റീറ്റെൽ ലെക്ചറിന് ഇങ്ങനെ ഒരു ഇമേജ് തന്നു, അതിന്റെ കൂട്ടത്തിൽ ഒരു ഓഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഡീല് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരത്തെ വെറുതെ കണ്ടന്റ് മാത്രം അല്ലെങ്കിൽ കുറെ വേർഡ്സുകൾ കിട്ടിയിരുന്ന കുറച്ച് വേർഡ്സുകൾ മാത്രം നമ്മൾ ഹി മെൻഷൻഡ് അബൌട്ട് ഫുഡ്, അഗ്രികൾച്ചർ, പെസ്റ്റിസൈഡ്സ് എന്നൊക്കെ പറഞ്ഞാലും മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ എടുത്ത് പറയുന്നുണ്ട്, don't just focus on single words, try to write phrases and make connections between the ideas. ഫ്രേസുകൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഫ്രേസ് എഴുതാൻ പറ്റുന്ന ഒരു ഫ്രേസ് എഴുതുക. അതൊന്നും പറ്റാത്ത ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റും? അവർ വീണ്ടും അത് ഒത്തിരി സ്കോർ വേണ്ടാത്ത ആൾക്കാർ ഇതേപോലെ ഇത് മാത്രം എഴുതാം, വേർഡ്സ് മാത്രം. അത്യാവശ്യം സ്കോർ വേണ്ട ഒരു ഫ്രേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോരുത്തരും എക്സാം എഴുതി നോക്കുമ്പോൾ കുറെ ആളുകൾ എഴുതി നോക്കുമ്പോൾ ഇത് ഏകദേശം എന്താണെന്നുള്ളൊരു സംഭവം മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക് സെപ്റ്റംബർ അല്ലെങ്കിൽ സെപ്റ്റംബറിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ലോ സ്കോർ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ അകത്ത് അവർ പറയുന്നത് ഡോൺസ് എന്തൊക്കെയാണ്, ഇവിടെ അവർ പറഞ്ഞ സെയിം കാര്യമാണ്. മെമ്മറൈസ്ഡ് റെസ്പോൺസസ് പാടില്ല, അല്ലെങ്കിൽ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഫ്രേസ് ഒക്കെ എഴുതി ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അതിന്റെ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് അവർ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് എന്നൊക്കെ അവർ ഇതിന്റെ അകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വീഡിയോന്റെ അകത്ത് എന്റെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പിയേഴ്സൺകാര് നമുക്ക് സ്മാർട്ട് ട്രിപ്പ് എന്നുള്ളൊരു സാധനം നമ്മുടെ മൈ പി ടിക്കകത്തുണ്ട്. എക്സാം ഓൾറെഡി എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എക്സാം ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ മൈ പി ടിക്കകത്ത് സ്മാർട്ട് ട്രിപ്പ് എന്നുള്ളൊരു സംഭവം ഇവിടെ മുകളിൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് പാക്കേജസ് ഉണ്ട്. അതിന് 45% ഡിസ്കൗണ്ട് ഇപ്പം അവൈലബിൾ ആണ്. നേരത്തെയും ഇത് ഉണ്ടായിരുന്നു. ഇതെല്ലാം നേരത്തെ ഈ വെബ്സൈറ്റിൽ കിടന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഓരോ ആൾക്കാരും എടുത്തു വരുന്നിട്ടാണ് ആൾക്കാരെല്ലാം പെട്ടെന്ന് പാനിക് ആവുന്നത്. സോ ഇത് നമ്മൾ പർച്ചേസ് ചെയ്താലും ഇപ്പൊ ഒരു ബ്രോൺസിന്റെ അകത്ത് 2 മോക്ക് ടെസ്റ്റ് ആണ്. 2 മോക്ക് ടെസ്റ്റിന്റെ കൂടെ തന്നെ അവര് ഒരു പ്രാക്ടീസ് മെറ്റീരിയൽ ഉണ്ട് എന്ന് പറയും. പക്ഷെ പ്രാക്ടീസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ അകത്ത് ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ AI സ്കോറിംഗ് വരുന്ന ടൈപ്പ് ചെയ്യല്ല. നിങ്ങൾ വൺസ് ചെയ്ത് കഴിഞ്ഞു അവസാനം അതിന്റെ ആൻസേഴ്സ് കിടപ്പുണ്ട്. അപ്പൊ അത് നമ്മൾ റീചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നവർ ഭയങ്കര എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടുകയില്ല. അതാണ് നെക്സ്റ്റ് കാര്യം. ഇനി ഇത് എങ്ങനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം? ഒരു റിപ്പീറ്റ് സെന്റൻസ്, ഒരു റീറ്റെൽ ലെക്ചർ ആണെങ്കിലും ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിലും എസ്സേ ആണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും? ഈ ആൾക്കാർ എല്ലാം ലൈക്ക് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഒരു മില്യൺസ് ഓഫ് ആൾക്കാർ സെയിം ടെംപ്ലേറ്റുകൾ തന്നെയാണ് യൂസ് ചെയ്തോട്ടെ. അപ്പൊ അതൊന്നും വർക്ക് ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്കിത് ചെയ്യാൻ സാധിക്കും? പക്ഷെ നമുക്ക് എല്ലാത്തിനും കൂടെ പഠിക്കാൻ ഡിഫറെന്റ് ടെംപ്ലേറ്റുകളൊന്നും പഠിച്ചു വെക്കാൻ സമയമില്ല. എല്ലാത്തിനും കൂടെ നമുക്ക് ഒരു ടെംപ്ലേറ്റ് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ നേരത്തെ ഈ ടെംപ്ലേറ്റുകളൊക്കെ എവിടുന്നായിരുന്നു വന്നിരുന്നത്? ഇതേപോലെ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അവർ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതായിരുന്നു ആൾക്കാർ പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്ന ആരെങ്കിലും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും. അന്നൊന്നും നമ്മൾ ഈ AI കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അധികം യൂസ് ചെയ്യത്തില്ല. ലൈക് ChatGPT പോലെയുള്ള സാധനങ്ങൾ നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും എല്ലാത്തിനും ChatGPT പോലത്തെ
സാധനങ്ങളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ എസ് എന്ത് എസ് ആണോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അത് ChatGPT പോലുള്ള ഏതെങ്കിലും ഒരു AI ആപ്പിൽ നിങ്ങൾ ഇടുക. എല്ലാവരും ChatGPT തന്നെ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ChatGPT എന്നുള്ളത്. കാരണം അതേപോലെ ഇഷ്ടം പോലെ ആപ്പുകൾ നമുക്കുണ്ട്. സോ നിങ്ങളുടെ ഈ ടെംപ്ലേറ്റ് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടിടുക. എന്നിട്ട് നിങ്ങൾ ChatGPTയോട് പറയാം ജസ്റ്റ് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഫോർ മീ. എന്നിട്ട് നമ്മളുടെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് പറയാം. there should be a minimum of 200 words, maximum 300 എന്ന് പറയണ്ട, 200 ഉണ്ടാവണം. പിന്നെ നമ്മളുടെ സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാൻ എവിടെയെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ഇൻ സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ്. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസുകളായിരിക്കണം അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ടെംപ്ലേറ്റ് ChatGPTക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും. സോ നിങ്ങൾ അത് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ അത് പഠിക്കുക. അപ്പൊ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലല്ലേ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് ക്രൈറ്റീരിയാസ് ആണോ പറയുന്നത് അതനുസരിച്ചിട്ടാണല്ലോ അവർ ഉണ്ടാക്കി തരുന്നത്. സോ അത് നിങ്ങൾ പഠിക്കുക. സോ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം ആയിരിക്കും. പിന്നെ ഡിസ്ക്രൈബ് ഇമേജിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡിസ്ക്രൈബ് ഇമേജിന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ മാത്രം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. ഒരു ബലൂൺസ് ഉണ്ടെങ്കിൽ ഐ കൻ സി 5 ബലൂൺസ്. പിന്നെ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു ആരോയുടെ ഒക്കെ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ഐ കൻ സി ആരോസ് പോയിന്റിംഗ് ടുവേർഡ്സ് ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയാം. അപ്പം ഡിസ്ക്രൈബ് ഇമേജിന് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാതെ ഒരു ഇമേജ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതിന് അധികം ലാഗ് വരാതെ. ഇനി ഇതൊന്നും പറ്റാത്ത ആൾക്കാർ, ഒരു രീതിയിൽ ഇത് പറ്റത്തില്ല പക്ഷെ എനിക്കൊരു 36 സ്കോർ മതി, ബിലോ ആവറേജ് ആൾക്കാർ ഐ ക്യാൻ സി എന്ന് ഉപയോഗിച്ചിട്ട് പറയുക. റീറ്റെൽ ലെക്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? റീറ്റെൽ ലെക്ചറിനാണെങ്കിലും ഫ്രേസുകൾ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന്റെ ദ സ്പീക്കർ മെൻഷൻഡ് അബൌട്ട്, ദ സ്പീക്കർ ഡിസ്കസ്ഡ് അബൌട്ട്, ഹി ഓൾസോ പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ChatGPTക്ക് ഒരു ടെംപ്ലേറ്റ് പോലെ ചോദിക്കാം. ഒരു ഓഡിയോ വന്നാൽ നമ്മൾക്ക് എങ്ങനെ എല്ലാ ഓഡിയോക്കും സെയിം രീതിയിൽ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. അവിടെ കുറച്ച് വേർഡ്സ് നമ്മൾക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രേസ് ആഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബറോ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ടെംപ്ലേറ്റുകൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആരും തിങ്ക് ചെയ്യുന്നില്ല, നമ്മൾ അത് അതേപോലെ കാണാൻ പഠിച്ചു. ഇപ്പൊ നമുക്ക് തിങ്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി തിങ്ക് ചെയ്യാൻ ChatGPT പോലത്തെ സാധനങ്ങളുണ്ട്. സോ നിങ്ങൾ അത് ഉപയോഗിക്കുക. എല്ലാവരും വ്യത്യസ്തമായിട്ട് ആൻസറുകൾ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ പേഴ്സണലൈസ്ഡ് PTE കോച്ചിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് എന്തെങ്കിലും ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ പുതിയ രീതിയിൽ പുതിയ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ എക്സാം അല്ലെങ്കിൽ ഒരു PTയുടെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് താഴെ ഫുൾ കോഴ്സ് എന്നൊന്ന് കമന്റ് ചെയ്യാം. ഞാനൊരു പുതിയ ഫുൾ കോഴ്സിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. ഒരു 8 months ബാക്ക് ഒരു 1 hour കൊണ്ട് ഫുൾ കോഴ്സുകൾ അല്ലെങ്കിൽ 20 ഡിഫറെന്റ് ടാസ്കുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തും ടെംപ്ലേറ്റ്, എസ്സേയുടെ ഒക്കെ ടെംപ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിൽ ഓരോ ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിലും റീറ്റെൽ ലെക്ചർ ആണെങ്കിലും എസ്സേ ആണെങ്കിലും എല്ലാം എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ വേണം എന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ അതനുസരിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാവുന്നതായിരിക്കും. താങ്ക് യു.